CPM-ൻ്റെ LDF-ൻ്റെ നയം കൃത്യമായിട്ട് പറയാം. ഒന്ന്, വിഴിഞ്ഞം തുറമുഖം സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ആ കരാറിൽ ഉമ്മൻചാണ്ടി അത് അദാനിക്ക് സമ്മാനിച്ച ഘട്ടത്തിൽ കേരളത്തിന് നഷ്ടമുണ്ടായി, കടൽക്കൊള്ളയായി മാറി. അത് C&G റിപ്പോർട്ട് ശരിവെച്ചതാണത്. എന്താണത്? തൂത്തുക്കുടി തുറമുഖത്തിൻ്റെ കാര്യത്തിൽ എന്താണോ ഉണ്ടാകുന്ന ഉണ്ടായ ചെലവ്, ആ ചെലവുമായി താരതമ്യപ്പെടുത്തിയാൽ വിഴിഞ്ഞം നമുക്ക് നഷ്ടമാണ് ഉണ്ടാക്കിയത്. 6000 കോടി രൂപയുടെ കടൽക്കൊള്ള എന്ന് സഖാവ് പിണറായി എന്ന് പറഞ്ഞത് വസ്തുതാപരമായി ശരിയാണെന്ന് C&G റിപ്പോർട്ട് ശരിവെച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ അഴിമതിയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി കരാർ റദ്ദാക്കുക എന്നതിലേക്ക് ഞങ്ങൾ പോയില്ല. അത് നടപ്പാക്കലാണ് പ്രാധാന്യം. നടപ്പാക്കി കൊടുത്തു. നടപ്പാക്കുന്ന ഘട്ടത്തിൽ ഇന്നത്തെ ഭരണപക്ഷം അത് തകർക്കാൻ ശ്രമിച്ചവരാണ്, വിമോചന സമരം നടത്താൻ ശ്രമിച്ചവരാണ്, പോലീസ് സ്റ്റേഷൻ കത്തിക്കാൻ നിന്നവരാണ്. എല്ലാ തരത്തിലും നിങ്ങൾ പരിശ്രമിച്ചിട്ടും അവിടുത്തെ ജനപ്രതിനിധികളെതിരായിട്ടും നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും കടൽ ശോഷണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നടപ്പാക്കി തന്നു. അങ്ങനെ നടപ്പാക്കി തന്നപ്പോൾ അതിൻ്റെ ഭാഗമായി വിഴിഞ്ഞത്ത് 1000 കപ്പലുകൾ വന്ന് നങ്കൂരമിട്ട് ചരക്കിറക്കിപ്പോയി ഒരു വർഷത്തിനിടയ്ക്ക്. ഈ അത്ഭുതകരമായ മുന്നേറ്റം ലോകത്ത് മറ്റൊരു തുറമുഖത്തിനും ഇല്ല. ഇതാണ് LDF-ൻ്റെ ദീർഘവീക്ഷണം. ഞാൻ റെജിനിലേക്കാണ്. റെജിൻ, ഞാൻ ആദ്യം ചോദിച്ചൊരു ചോദ്യത്തെ താങ്കൾ സൗകര്യപൂർവ്വം വിട്ടുകളഞ്ഞതാകാം, അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോയതാകാം. അതിത്രയേ ഉള്ളൂ. അതായത് 10 വർഷം പിണറായി വിജയൻ ഭരിച്ചപ്പോൾ വാല്യുവേഷൻ ഉയർന്ന വിഴിഞ്ഞത്തിൻ്റെ ഓഹരികൾ വിറ്റ് പണമുണ്ടാക്കാമെന്ന് അദാനി ആഗ്രഹിച്ചിട്ടില്ല, ആഗ്രഹിച്ചാലും അതിന് തുനിഞ്ഞിട്ടില്ല. പക്ഷേ ഭരണം മാറി ഒരൊറ്റ മാസം കൊണ്ട് 13,000 കോടി രൂപ കരസ്ഥമാക്കി. ഈ 49% ഓഹരികൾ അദാനി അന്താരാഷ്ട്ര കമ്പനിക്ക് വിറ്റു. ഇതാണ് ഞാൻ പറഞ്ഞത്. 10 വർഷം അദാനിക്ക് ചെയ്യാൻ ധൈര്യപ്പെടാതിരുന്ന കാര്യം ഒറ്റ മാസം കൊണ്ട് ചെയ്തു. 2, ഒരു ഡീൽ എന്ന വലിയ ചിന്ത ആളുകളിൽ അരക്കിട്ടുറപ്പിക്കും വിധമുള്ള പ്രശ്നങ്ങളുണ്ട് റെജിൻ. അതിന് ഏറ്റവും പ്രധാനമായത് അദ്ദേഹം നിയുക്ത മുഖ്യമന്ത്രി ആകുന്നതിനും തൊട്ടു മുമ്പ്, വോട്ടെണ്ണുന്നത് 4-ാം തീയതി, 1-ാം തീയതി അദ്ദേഹം മംഗലാപുരത്തേക്ക് പോയ പോക്കിൻ്റെ രീതി, എന്തിനു പോയി, അദ്ദേഹത്തിന് ഇന്ന് വരെ വ്യക്തമായി അത് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് വലിയ തോതിൽ ട്രോളായി. ഒരാൾക്കും അദ്ദേഹത്തിന് പോലും വിശ്വസിക്കാൻ കഴിയാത്ത വിധം എന്തിന് മംഗലാപുരത്ത് പോയി, അവിടെ വെച്ച് എന്തിന് അദാനി ഗ്രൂപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് ഇങ്ങോട്ട് ഓരോ കാര്യത്തിലും ഇത് വെച്ച് ആളുകൾ സംശയിക്കുന്നു. ഇതിലടക്കം ആ തരത്തിൽ ഡീല് ആക്ഷേപമുയരുന്നു, സംശയമുയരുന്നു. തൃപ്തികരമായി എന്തു മറുപടി തരും റെജിൻ? നോക്കൂ ശരത്ത്, ഇതിനകത്ത് CPM-ന്റെ നയം എന്താണ്? MNC-യുമായി ബന്ധപ്പെട്ട്, MNC യുമായി ബന്ധപ്പെട്ട് അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, പ്രതിപക്ഷത്തിരിക്കുന്നവരാണല്ലോ, മുഖ്യധാര മാധ്യമങ്ങളും മുഖ്യധാര മാധ്യമങ്ങളിലെ പാനലിസ്റ്റായിട്ട് വന്നിരിക്കുന്നവരും ഒക്കെയാണല്ലോ. എനിക്ക് പറയാനുള്ള, അനിൽകുമാർ ആദ്യം തന്നെ അത് സൂചിപ്പിച്ചു പോയി എന്നുള്ളതാണ്. ദേശാഭിമാനി പത്രത്തിൽ എന്താണ് ഇന്ന് എഴുതിയിരുന്നത്? ദേശാഭിമാനി പത്രം എന്ന് പറയുന്നത് എനിക്കറിയാൻ കഴിയുന്നതും പൊതുസമൂഹത്തിന് അറിയാവുന്നതും ഈ ദേശാഭിമാനി എന്ന് പറയുന്നത് CPM-ന്റെ മുഖപത്രമാണെന്നാണ്. അത് അല്ലല്ല, കേരളം ഭരിക്കുന്നവരുടെ ഉദ്ദേശശുദ്ധിയിലാണ് സംശയം. ദേശാഭിമാനിയല്ല ഞാൻ പറഞ്ഞത്. കേരളം ഭരിക്കുന്നവരുടെ ഉദ്ദേശശുദ്ധിയെ സംശയിക്കാവുന്ന നിരവധി ഘടകങ്ങൾ. 10 വർഷം അദാനി ധൈര്യപ്പെടാതിരുന്ന ഈ കച്ചവടം ഇപ്പോഴെങ്ങനെ വന്നു? അത് നിങ്ങൾ ജനങ്ങളോട് പറയേണ്ട മറുപടിയാണ്. പറഞ്ഞോളൂ. ശരത്ത് മാധ്യമപ്രവർത്തകനാണ്, അങ്ങയോട് അങ്ങയോട് ചോദിക്കുന്നില്ല, അത് പെടുക. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ, CPM-ന്റെ നിലപാടും ദേശാഭിമാനിയുടെ നിലപാടും രണ്ടാണോ? അതാണ് എന്റെ ചോദ്യം. ഒന്നാമത്തെ ഒരു ചോദ്യം അതാണ്. കാരണം ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ MNC ഗ്രൂപ്പ് 49% ഓഹരി എടുക്കുന്നു, വിഴിഞ്ഞത്ത് 13,000 കോടിയുടെ നിക്ഷേപം, അത് LDF ഗവൺമെന്റിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായിട്ടാണ് എന്ന് പറഞ്ഞ് ഈ പറയുന്ന മുമ്പേ കുറെ മാധ്യമങ്ങളെയൊക്കെ നിങ്ങൾ പാനലിസ്റ്റുകൾ വളരെ രൂക്ഷമായി വിമർശിച്ചല്ലോ. ആ മാധ്യമങ്ങളിൽ വന്ന പോലെ തന്നെയുള്ള വാർത്ത, അതുമായി ബന്ധപ്പെട്ട ലേഖനം സ്വന്തം ലേഖകൻ തന്നെ ദേശാഭിമാനി പത്രത്തിൽ എഴുതിയിരിക്കുകയാണ്. ആ ദേശാഭിമാനി പത്രത്തിന്റെ മുഖപത്രമായി ഇരിക്കുന്ന CPM-ന്റെ ആളുകൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ കുറച്ചുകൂടെ കഴിഞ്ഞ് സായാഹ്നത്തിൽ എത്തി കൈരളി ചാനലിൽ വന്നിരുന്നിട്ട് ഈ രീതിയിലേക്ക് ആ MNC കമ്പനിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡീലുകളെയൊക്കെ പറ്റിയൊക്കെ സംസാരിക്കുന്നത് അങ്ങോട്ടുള്ള ചോദ്യം മനസ്സിലായി. നിങ്ങൾ നേരിടുന്ന ചോദ്യത്തിന് ഉത്തരം പറയും. ബന്ധപ്പെട്ട് കുറെ നേരമായി ഈ പറയുന്ന രീതിയിലേക്ക് പറഞ്ഞല്ലോ. അടുത്ത പോയിന്റിലേക്ക് വരും. ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ്
ഈ പറയുന്ന രീതിയിലേക്ക് കുറെ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് അല്ല റജിൻ, എന്റെ ചോദ്യം സ്പെസിഫിക് ആണ്. 10 വർഷം ഇങ്ങനെ ഓഹരി കച്ചവടം ചെയ്യാൻ ധൈര്യപ്പെടാതിരുന്ന അദാനി എങ്ങനെ വി ഡി സതീശൻ വന്ന് 1 മാസം കൊണ്ട് അതിന് തയ്യാറായി? മെയ് 1 മംഗലാപുരത്തേക്കുള്ള അദ്ദേഹത്തിന്റെ ദുരൂഹമായ യാത്രയിലെ ചോദ്യങ്ങൾ നിരവധി, അദ്ദേഹത്തിന്റെ വ്യക്തതയില്ല പറയുന്നതിൽ അതിന്റെ ഭാഗമാണോ? ചർച്ചകളിലും ഇതിനകത്ത് എല്ലാ ചർച്ചകളിലും നിങ്ങൾ മംഗലാപുരവുമായി ബന്ധപ്പെട്ട് വി ഡി സതീശനുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടവരാരും അഭിപ്രായം പറയുന്നു. മംഗലാപുരത്ത് ഇറങ്ങിയാലേ മൂകാംബിക ക്ഷേത്രത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. അതായത് ബാംഗ്ലൂർ എയർപോർട്ടിൽ പോയാലും ഡൽഹി എയർപോർട്ടിൽ പോയി ഇറങ്ങിയാലും മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകണമെങ്കിൽ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകണമെങ്കിൽ ദൃശ്യങ്ങൾ നോക്കൂ. മൂകാംബികയിലെ ദൃശ്യങ്ങളല്ല, മംഗലാപുരത്തെ ദൃശ്യങ്ങളാണ്. സ്ക്രീനിൽ നോക്കൂ. തർക്കമില്ല സാർ, തർക്കമില്ല. മൂകാംബികയിൽ അദ്ദേഹം പോയിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം, അതിൽ തർക്കമില്ല. മംഗലാപുരത്ത് അദ്ദേഹം കണ്ട ദുരൂഹമായ കൂടിക്കാഴ്ചകളെ കുറിച്ചാണ് പറയേണ്ടത്. അസഹിഷ്ണുതയല്ല സാർ, നിങ്ങൾ വഴിതിരിഞ്ഞു പോയിട്ട് കാര്യം. ഉദാഹരണത്തിന് ഞാനൊരു കാര്യം പറയാം. മുഖ്യമന്ത്രി പോലും പറഞ്ഞത് എന്താണ്? ആര്യാടന്റെ ബന്ധുവിനെ കാണാൻ പോയി എന്നാണ്. മടിയിൽ കനമുണ്ടെന്ന് നിങ്ങൾ ആളുകൾ തന്നെ മനസ്സിലാക്കേണ്ട രീതിയിൽ ആര്യാടന്റെ ബന്ധുവിനെ കാണാൻ പോയി എന്നല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത് എന്ന് പ്രേക്ഷകർ പോലും ചിന്തിക്കുന്ന രീതിയിലേക്കാണ് നിങ്ങൾ ഈ പറയുമ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ചോദ്യങ്ങളെ അഡ്രസ് ചെയ്യുന്നില്ല റിജിൻ, അതുകൊണ്ടാണ്, വേറൊന്നുമില്ല. അതെ, ചോദ്യങ്ങളായി കണ്ടുകൊണ്ടാണ്. ആദ്യം പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചോ പറഞ്ഞു അതല്ല നമ്മുടെ വിഷയം. രണ്ടാമത് മംഗലാപുര യാത്രയുമായി ബന്ധപ്പെട്ട് അത് പറഞ്ഞപ്പോൾ അതുമല്ല നമ്മുടെ വിഷയം. പിന്നെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ആര്യാടന്റെ ഡീലാണെന്ന്, പിന്നെ പറഞ്ഞു അദാനി ഡീലാണെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഒരു 2015 ഡിസംബർ 6 അദാനി ഗ്രൂപ്പിന്റെ ചെയർമാൻ ഗൗതം അദാനി ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസ് സന്ദർശിച്ചു. ഏത് ഓഫീസാണെന്ന് അറിയാമോ ചരത്തിന്? നിങ്ങൾ നിൽക്കുന്നതിന്റെ തൊട്ടപ്പുറത്തുള്ള AKG സെന്റർ എന്ന് പറയുന്ന ഓഫീസാ ആരാ സന്ദർശിച്ചത്? അദാനി ഗ്രൂപ്പിന്റെ ചെയർമാൻ. നിങ്ങളോടുള്ള ഇന്നത്തെ ഭരണത്തിലെ ചോദ്യങ്ങൾക്ക് ഇതൊന്നും ഒരു മറുപടിയല്ല. ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അദാനിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വലിയ അപ്പൊ അന്നൊക്കെ എന്തൊക്കെ ഗൂഢാലോചനകളായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളതെന്നാണ് നിങ്ങൾ പറയാനുള്ളത്? ഇതൊക്കെ കെട്ടിച്ചമച്ച ആരോപണങ്ങളാണ്. അത് ആ പുച്ഛത്തോട് തന്നെ തള്ളിക്കളയാണ്. ഇതൊക്കെ കെട്ടിച്ചമച്ച കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം കരുതുന്നത് മുഖ്യമന്ത്രി പോയത് മൂകാംബികയ്ക്കാണ്. കേട്ടല്ലോ. അതുപോലെ തന്നെ മുമ്പ് തന്നെ പാർട്ട്ണർ ആക്ഷേപം വന്നിരുന്നു. ഇപ്പോൾ പറഞ്ഞോളൂ, മറുപടി പ്രതിപക്ഷത്തിന്റെ കാഴ്ചപ്പാട് വെച്ച് എന്താണ്? ഞാൻ CPM-ന്റെ LDF-ന്റെ നയം കൃത്യമായിട്ട് പറയാം. ഒന്ന്, വിഴിഞ്ഞം തുറമുഖം സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ആ കരാറിൽ ഉമ്മൻചാണ്ടി അത് അദാനിക്ക് സമ്മാനിച്ച ഘട്ടത്തിൽ കേരളത്തിന് നഷ്ടമുണ്ടായി, കടൽ കൊള്ളയായി മാറി. അത് C&G റിപ്പോർട്ട് ശരിവെച്ചതാണത്. എന്താണത്? തൂത്തുക്കുടി തുറമുഖത്തിൻ്റെ കാര്യത്തിൽ എന്താണോ ഉണ്ടായ ചെലവ് ആ ചെലവുമായി താരതമ്യപ്പെടുത്തിയാൽ വിഴിഞ്ഞം നമുക്ക് നഷ്ടമാണ് ഉണ്ടാക്കിയത്. 6000 കോടി രൂപയുടെ കടൽ കൊള്ള എന്ന് സഖാവ് പിണറായി എന്ന് പറഞ്ഞത് വസ്തുതാപരമായി ശരിയാണെന്ന് C&G റിപ്പോർട്ട് ശരിവെച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ അഴിമതിയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി കരാർ റദ്ദാക്കുക എന്നതിലേക്ക് ഞങ്ങൾ പോയില്ല. അത് നടപ്പാക്കലാണ് പ്രാധാന്യം. നടപ്പാക്കി കൊടുത്തു. നടപ്പാക്കുന്ന ഘട്ടത്തിൽ ഇന്നത്തെ ഭരണപക്ഷം അത് തകർക്കാൻ ശ്രമിച്ചവരാണ്. വിമോചന സമരം നടത്താൻ ശ്രമിച്ചവരാണ്. പോലീസ് സ്റ്റേഷൻ കത്തിക്കാൻ നിന്നവരാണ്. എല്ലാ തരത്തിലും നിങ്ങൾ പരിശ്രമിച്ചിട്ടും അവിടുത്തെ ജനപ്രതിനിധികളെതിരായിട്ടും നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും കടൽ ശോഷണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നടപ്പാക്കി തന്നു. അങ്ങനെ നടപ്പാക്കി തന്നപ്പോൾ അതിൻ്റെ ഭാഗമായി വിഴിഞ്ഞത്ത് 1000 കപ്പലുകൾ വന്ന് നങ്കൂരമിട്ട് ചരക്കിറക്കിപ്പോയി 1 വർഷത്തിനിടയ്ക്ക്. ഈ അത്ഭുതകരമായ മുന്നേറ്റം ലോകത്ത് മറ്റൊരു തുറമുഖത്തിനും ഇല്ല. ഇതാണ് LDF-ന്റെ ദീർഘവീക്ഷണം. അതിൻ്റെ ഭാഗമായി വിലയേറിയ തുറമുഖമായിട്ടത് മാറി. ഒരു വിഴിഞ്ഞം കോൺക്ലേവ് ഉണ്ടായിരുന്നു. കോൺക്ലേവ് രഹസ്യമല്ലല്ലോ, UDF സഹകരിച്ചോ? ഞങ്ങൾ വിഴിഞ്ഞം കോൺക്ലേവ് നടത്തിയപ്പോൾ കോൺക്ലേവിൽ ഈ കപ്പൽ കമ്പനി വന്നായിരുന്നു. അവിടെ ഈ പറയുന്ന MSC കപ്പൽ കമ്പനി വന്നു. വിഴിഞ്ഞം കോൺക്ലേവിൽ നിരവധി കമ്പനികൾ വന്നു, വിദേശ കമ്പനികൾ വന്നു. പരസ്യമായിട്ടാണ് ചർച്ച നടത്തിയത്. കേരളത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനുബന്ധ വ്യവസായങ്ങൾ വികസിപ്പിക്കാൻ ആർക്കൊക്കെ വരാം. MSCക്ക് വരാം, ഓപ്പറേറ്റിംഗ് കമ്പനിക്ക് വരാം. അങ്ങനെ വരുന്ന കമ്പനികൾ അദാനിയുടെ ഈ ഷെയർ ഏറ്റെടുക്കലെന്നുള്ള കച്ചവടത്തിന് ഞങ്ങൾ ഇന്ന് കൊടുത്തില്ല. അദാനിയുടെ കച്ചവടത്തിന് കൂട്ടുകച്ചവടക്കാരാണ് എന്തിനാ വിഴിഞ്ഞം കോൺക്ലേവ്. ഞങ്ങൾ വിഴിഞ്ഞം കോൺക്ലേവിൽ MSC അടക്കം വന്നല്ലോ, അവരുമായിട്ട് ചർച്ച നടത്തിയല്ലോ. നിങ്ങൾ നിക്ഷേപിക്കൂ കേരളത്തിൽ.
അങ്ങനെ നിക്ഷേപിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരു 13,000 കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിലേക്ക് എംബസി കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ പിന്തുണയ്ക്കുകയല്ലേ വേണ്ടത്? ദേശാഭിമാനി വാർത്തയുടെ അടിസ്ഥാനം അതല്ലേ? മറ്റ് കേരളത്തിലെ മറ്റ് മാധ്യമങ്ങൾ അത് വെച്ച് തുള്ളിക്കളിച്ച പോലെ ദേശാഭിമാനി പത്രത്തിൽ എവിടെയും ഒരിടത്തും കണ്ടില്ല. വിഴിഞ്ഞം കോൺക്ലേവിന് തുടർച്ചയായി വിദേശ നിക്ഷേപം വരുന്നു, നല്ലത് എന്നതിനപ്പുറത്ത് കേരളത്തിൻ്റെ അവകാശം നഷ്ടപ്പെടാൻ പാടില്ല എന്ന് ഞങ്ങളുടെ തർക്കം. ആ തർക്കവും ദേശാഭിമാനി വാർത്തയായിട്ട് എന്താ ബന്ധം? ഞാൻ ദേശാഭിമാനി വാർത്ത എൻ്റെ കയ്യിലുണ്ട്, പൂർണ്ണമായിട്ടും മുമ്പിലുണ്ട്. ഞാൻ നോക്കി, ഈ പറയുന്ന 5.2 വകുപ്പിനെ കുറിച്ച് അതിൽ പറഞ്ഞിട്ടുണ്ടോ? ആ വകുപ്പ് പ്രകാരം കേരളത്തിൻ്റെ അവകാശാധികാരങ്ങൾ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 5.3 വകുപ്പ് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ദേശാഭിമാനി പറഞ്ഞിട്ടില്ല. അപ്പോൾ ദേശാഭിമാനി പറഞ്ഞ ഒരു കാര്യം, ഇത് യഥാർത്ഥത്തിൽ ഈ അദാനിയായിട്ടുള്ള ഇപ്പോഴത്തെ ഇവിടെ കച്ചവടത്തിൻ്റെ ഭാഗമായി 49% ഷെയർ കൈമാറുന്ന തർക്കം മറ്റൊന്ന്. വിഴിഞ്ഞം കോൺക്ലേവിന് തുടർച്ചയായിട്ട് ദേശാഭിമാനി വാർത്ത കൊടുത്തതാണ്. അത് അതിനകത്തുണ്ടല്ലോ. വിഴിഞ്ഞം കോൺക്ലേവിനെ കോട്ട് ചെയ്തിട്ടല്ല ദേശാഭിമാനി പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ സ്വയം ന്യായീകരിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് LDFിൻ്റെ തലയിലേക്ക് കയറാം. അത് സതീശൻ്റെ സ്ഥിരം രോഗമാണ്. ഇന്നലെ സതീശൻ ആ രോഗം വീണ്ടും കാണിക്കുന്നുണ്ട്. പച്ചക്കള്ളല്ലേ പറയണത്? ഈ വിഷയം അല്ലെങ്കിലും ബഹുമാനപ്പെട്ട കോൺഗ്രസ് പങ്കുതി ഓർക്കാൻ ഞാൻ പറയുകയാണ്. കേരളത്തിലെ കരിമണൽ ഖനനത്തിന് സ്വകാര്യ മേഖലയെ ഈ 10 കൊല്ലത്തിനടുക്ക് അനുവദിച്ചോ? ഒരു തരി കരിമണൽ വാരിയോ? പക്ഷേ VD സതീശൻ നിയമസഭയിൽ തട്ടി. നിങ്ങൾ കരിമണൽ ഖനനം നടത്തി. എന്താ യാഥാർത്ഥ്യം? അവിടെ KMML ഭൂഗർഭ അറയിൽ കൂട്ടിയിട്ടിരിക്കുന്ന മോണോസൈറ്റ് ഒന്ന് സംസ്കരിക്കണം. അതിനൊരു പൈലറ്റ് പ്രോജക്റ്റ് ഹൈദരാബാദിലൊരു കമ്പനി ടെൻഡർ എടുത്ത് 5 കമ്പനികളിൽ ഒരു കമ്പനിക്ക് ടെൻഡർ കിട്ടി. കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തിൻ്റെ എല്ലാ അനുമതിയോടെ ആ പൊതുമേഖലാ സ്ഥാപനം ഒരു പൈലറ്റ് പ്രൊജക്റ്റ് നടപ്പാക്കാൻ ഭൂമിക്കടിയിൽ ഭൂഗർഭ അറയിൽ സൂക്ഷിച്ചിരിക്കുന്ന ലോഹം എടുത്തൊന്ന് വേർതിരിക്കാൻ നോക്കുകയാണ്. അത് കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ കരിമണൽ ഖനനമാണെന്ന് നിയമസഭയിൽ പറഞ്ഞ ബിരുദനാണ് കേരള മുഖ്യമന്ത്രി. ഇത്ര പച്ചയ്ക്ക് നുണ പറയാൻ മടിയില്ലാത്തൊരു മനുഷ്യൻ, ആളുകളെ പറ്റിക്കാൻ കബളിപ്പിക്കാൻ മടിയില്ലാത്തൊരു മനുഷ്യൻ, നയവഞ്ചകൻ ഇന്ന് കേരള നിയമസഭയിൽ ഇപ്രകാരം ഒരു കരാർ ഉണ്ടാക്കുമ്പോൾ അതിന് ഞെട്ടൽ പ്രകടിപ്പിച്ചില്ല. ഞങ്ങളുടെ ഞെട്ടൽ എന്താണ്? ഇത് കേരള സർക്കാർ ചെയ്യേണ്ടത് അദാനിയുടെ കൂട്ടുകച്ചവടത്തിന് കൂട്ടുനിൽക്കുകയല്ല വേണ്ടത്. ഞങ്ങളതിനല്ല. വിഴിഞ്ഞം കോൺക്ലേവ് നടത്തിയത് അദാനിയുടെ കൂട്ടുകച്ചവടത്തിന് ആളെ തപ്പിയല്ല. അവിടെ പുതുതായിട്ട് എന്ത് വ്യവസായം വരും? 5000 കോടി രൂപയുടെ പുതിയ വ്യവസായം ഉണ്ടാക്കാൻ ലോജിസ്റ്റിക് അടക്കം നാനാ പ്രവർത്തനങ്ങൾ വിഴിഞ്ഞം കോൺക്ലേവിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കി. ദേശാഭിമാനി വാർത്ത എത്ര നിങ്ങൾ വക്രീകരിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ ചെയ്യുന്ന കാര്യമൊന്നും മൂടി വെക്കാൻ പറ്റത്തില്ല. പിന്നെ അദാനിയുടെ മകൻ CPMൻ്റെ ആഫീസിൽ വന്നേ, എന്നാ ആഫീസ് വന്ന ഞങ്ങളുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചോ? ഇലക്ഷൻ ഫണ്ട് വാങ്ങിച്ചോ? അദാനിയുടെ കമ്പനിയിൽ നിന്ന് CPM ഇലക്ഷൻ ഫണ്ട് വാങ്ങിച്ചോ? ഞങ്ങൾ പണം ഒഴുക്കിയോ? ഉണ്ടെങ്കിൽ കാണിക്കുക. ഞങ്ങൾക്ക് തല താഴ്ത്തേണ്ട ഒരു കാര്യമില്ല. ഈ 10 കൊല്ലത്തെ ഭരണം പറഞ്ഞ് തല താഴ്ത്തേണ്ട ഒരു തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല. നിങ്ങളിങ്ങനെ ചർച്ചയിൽ അദാനി പാർട്ടി ഓഫീസിൽ വന്ന് കൊടിയേരി കണ്ടു എന്നൊക്കെ പറഞ്ഞ ഉടനെ ഞങ്ങളും കുളിച്ചു പോകാൻ പോകണോ? അതൊന്നും വേണ്ട. അതുകൊണ്ട് വിഴിഞ്ഞം കോൺക്ലേവിനെ കുറിച്ചാണ് ദേശാഭിമാനി വാർത്ത നന്നായിട്ട് വായിച്ചാൽ മനസ്സിലാവും. അദാനിയുടെ കൂട്ടുകച്ചവടത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല. നിങ്ങൾ കൂട്ടുകച്ചവടമാണ്. അതുകൊണ്ടാണ് മംഗലാപുരത്ത് ഈ വിമാനം എടുത്തു പോയത്. വിമാനം എടുത്തു പോകാനുള്ള കാശ് ഇവിടുന്ന് കിട്ടി. ഉത്തരം പറഞ്ഞോ? പണം ആര് കൊടുത്തു? സതീശൻ്റെ അക്കൗണ്ടിൽ നിന്ന് പണം പോയോ? ഒന്ന് പറഞ്ഞു. തീർച്ചയായും അതേക്കുറിച്ച് കോൺഗ്രസ് വക്താക്കൾക്ക് ചർച്ചകളിൽ പറയുന്നതിന് വലിയ പരിമിതിയുണ്ട്. കാരണം നേരത്തെ ലാൽകുമാർ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി തന്നെ അതേക്കുറിച്ച് തൃപ്തികരമായ വിശദീകരണങ്ങൾക്ക് നിന്നിട്ടില്ല. ഈ ചാർട്ടേഡ് ഫ്ലൈറ്റ് എടുത്ത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു ആര്യാടൻ മുഹമ്മദിൻ്റെ ബന്ധുവിനെ കാണാനാണ് പോയെന്ന് പറഞ്ഞു. റിജിൻ പറഞ്ഞു മൂകാംബിയയിലേക്ക് പോയതാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കാം. പക്ഷേ അവിടെ ഉണ്ടായ കൂടിക്കാഴ്ചകൾ അത് സംഘപരിവാർ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്. അവിടെ അദാനിയുടെ ഗ്രൂപ്പ് മേധാവിയുമായി അവിടെ കണ്ടു, ചിത്രങ്ങളിലൊക്കെ പുറത്തു വന്നു. അതേക്കുറിച്ച് മൗനം പാലിക്കുന്ന തരത്തിൽ നിൽക്കുന്നവരോട് ആവർത്തിച്ച് ചോദിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാത്തതുകൊണ്ട് ഞാനത് വിടുകയാണ്.